പുതിയൊരു തൈ നടാൻ വേണ്ടിയാണ് പുതിയ മണ്ണ് വാരിയെടുക്കുകയാണ്. പുതിയ മണ്ണാണ് എടുക്കുന്നത്. അപ്പം കുരുമുളകിൻ്റെ തൈ നടാൻ വേണ്ടിയാണ്. അപ്പം ചെറിയൊരു കുരുമുളകിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത മണ്ണിൻ്റെ പാതി മണ്ണ് കുറഞ്ഞിട്ട് തറയിൽ. അപ്പോൾ കുറച്ച് കരിയില അതിൻ്റെ മണ്ട ഇടുവാണ്. കണ്ടോ, പാതി മണ്ണ് കുറച്ച് കരിയിലയുടെ വാരി ഇടുവാണ്. അപ്പം ഇതാ കുരുമുളക്. അപ്പോൾ ആ മണ്ണിൻ്റെ മണ്ടയിൽ കുറച്ച് കരിയില വാരി ഇട്ടിരിക്കുകയാണ് കവറിൻ്റെ അകത്ത്. ഇനിയും കുറച്ച് മണ്ണൂടെ വാരിയിടും. മണ്ണങ്ങനെ വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ മണ്ണ് വാരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ കുരുമുളക് തൈ നടാൻ വേണ്ടിയാണ്. കുരുമുളക് തൈ നടാൻ വേണ്ടിയാണ് ഇങ്ങനെ. അങ്ങനെ കുരുമുളക് ബാക്കിയുള്ള മണ്ണ് മൊത്തം കുരുമുളക് തൈ നടാൻ വേണ്ടി. അപ്പം മണ്ണ് മൊത്തം ഇത്രയും പാതിയാക്കും. അങ്ങനെ കുരുമുളക് തൈ ആദ്യം കുറച്ച് മണ്ണിട്ടു, പിന്നെ കരിയില ഇട്ടു കുറച്ച്, പിന്നെ അതിൻ്റെ മണ്ണിട്ടു. ഇവിടെ മുക്കാൽ ഭാഗമാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ കുഴി ഇട്ടു. കുരുമുളക് മറ്റേതിൻ്റെ അകത്ത് എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചു. ഇടയ്ക്ക് ചെറുതായിട്ട് കിളിച്ചതെല്ലാം ഒടിച്ചു കളഞ്ഞു. നേരെയുള്ള തൈ മാത്രം. ഇനിയും ഈ ലെവലിൽ മണ്ണിടുകയാണ്. ഇങ്ങനെ മണ്ണിടുകയാണ്. അങ്ങനെ നിറച്ച് ബെഡിൻ്റെ നിരപ്പ് വരെ എടുത്തു. ചെറിയ കിളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒടിച്ചു കളഞ്ഞേക്കണേ. ഇനി അത്രയും വരെ ആക്കി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാം. കുറച്ച് വെള്ളം വേണ്ട. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ്ട് ഒരു തൊട്ടി വെള്ളമാണ് അതിൻ്റെ അകത്ത് ഒഴിച്ചത്. ഉണ്ടോ? അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അടി വരെ മുക്കും. ഇപ്പോൾ താന്ന് വെള്ളം താന്ന് പോന്നു. എന്താണെന്ന് ഇങ്ങനെയാണ് കുരുമുളക് തൈ ഞങ്ങൾ നടന്നത്. ഇപ്പം മനസ്സിലായ കുരുമുളക് തൈ നടന്നത് എങ്ങനെയാണെന്നുള്ളത്. ഒരു കുരുമുളക് തൈ വാങ്ങിച്ചു, കുറച്ച് നല്ല പുതു ചെമ്മണ്ണെടുത്തു. അതിൻ്റെ പാതി ചെമ്മണ്ണ് വരെ നിറച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയില ഇട്ടു. അത് കഴിയുമ്പോൾ പിന്നെ ചെമ്മണ്ണ് ഇട്ടു. അത് കഴിയുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൻ്റെ തൊട്ടും മറ്റേ കുരുമുളകിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇറക്കി വെച്ചു. എന്നിട്ട് ആ ലെവലിലെ ഏത്ത് വരെ മണ്ണ് നിറച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം അടി ചെല്ലുന്നിടം വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കണക്കിന് ഇവിടെ വെക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ കുരുമുളക് തൈ നടത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയതായിട്ട് കുരുമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുന്ന രീതി അറിഞ്ഞിരിക്കണം. എന്നാൽ ഇപ്പോൾ ഞാൻ നടുന്ന രീതിയാണ് ഇങ്ങനെയാണ്. ആ രീതിയിലുള്ള കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഇനി ഇത് കണ്ടോളൂ.